എന്തൊരു ജനക്കൂട്ടമാണിത്, എന്തൊരു ആവേശമാണ്, എന്തൊരു ജനപിന്തുണയാണ് ഈ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കാണുന്നവരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യങ്ങളാണിത്. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തന്നെ ഇത് പറയുന്നുണ്ട്. എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും LDFും BJPയും എല്ലാം തലയിൽ കൈവച്ച് പറയുകയാണ് എന്തൊരു ജനക്കൂട്ടമാണ് ഈ പുതുയുഗയാത്രയിൽ കാണുന്നത് എന്ന്. സത്യത്തിൽ ഒരു പക്ഷേ കോൺഗ്രസിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആവേശമാണ്, ജനപിന്തുണയാണ്, ജനസാഗരമാണ് ഈ പുതുയുഗയാത്രയുടെ ഓരോ സെന്ററുകളിലും ലഭിക്കുന്നത്. ഇന്നലെ ബാലുശ്ശേരിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം ബാലുശ്ശേരിയിലെ തിങ്ങി നിറഞ്ഞ ആ ഒരു വേദിയെ സാക്ഷിയാക്കി അദ്ദേഹം പ്രസംഗിക്കുന്നു. അദ്ദേഹം 4 മണിക്ക് ബാലുശ്ശേരിയിൽ എത്തുമെന്നായിരുന്നു നേരത്തെ ആ ഷെഡ്യൂൾ പ്രകാരമുള്ള സമയം 4 മണി എന്നതാണ്. പക്ഷേ രാത്രി 9 മണി കഴിഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് ബാലുശ്ശേരിയിൽ വേദിയിൽ എത്തുന്നത്. അപ്പോഴും അവിടെ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ ഒരു ജനസാഗരം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒരു നോക്കു കാണാൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം ആ ജനങ്ങളുടെ ആ അത്രയും മണിക്കൂർ, 4 മണിക്ക് മുൻപേ വന്ന് നിൽക്കുന്ന ജനങ്ങൾ 6 മണിക്കൂറായിട്ട് തന്നെ കാത്തു നിൽക്കുന്ന, തന്നെ കേൾക്കാൻ കാത്തു നിൽക്കുന്ന ജനങ്ങളോടായിട്ട് വി ഡി സതീശൻ പറയുന്നത് നിങ്ങൾ എന്നെ ഇങ്ങനെ ഞെട്ടിക്കരുത് എന്നാണ്. കാരണം അത്തരത്തിലുള്ള ഒരു ജനപിന്തുണയാണ്, അല്ലെങ്കിൽ ഒരു ജനസാഗരമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. ആ ഇത്രയും മണിക്കൂർ കാത്തു നിൽക്കുന്ന നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു ജനപിന്തുണയ്ക്ക്, അല്ലെങ്കിൽ ഈ സ്ഥലത്ത്, ഈ ബാലുശ്ശേരി പോലൊരു സ്ഥലത്ത് ഇത്രയധികം ജനപിന്തുണ ഉണ്ടായതിൽ താൻ അത്ഭുതപ്പെടുത്താൻ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ബാലുശ്ശേരി എന്നൊക്കെ പറയുന്നത് CPM കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലമാണ്. അവിടെയൊക്കെ ഇത്തവണ UDFന് വേണ്ടിയിട്ട് ആളുകൾ ഒഴുകിയെത്തുന്ന, ആ പാർട്ടിക്കാർ മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ബാലുശ്ശേരിക്കാർ എന്നെ ഇങ്ങനെ ഞെട്ടിക്കരുത്. അദ്ദേഹം ഇപ്പോൾ ഈ ജാഥ ഇന്ന് 9ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്നലെ വരെ 8 ദിവസം പൂർത്തിയാക്കി 4 ജില്ലകളിൽ പര്യടനം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 4 ജില്ലകളിലായിട്ട് ഏതാണ്ട് 33 നിയമസഭാ മണ്ഡലങ്ങളിലെ പര്യടനം ഇതിനോടകം ഈ ജാഥ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തുടങ്ങിയ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ അന്നു മുതൽ ഓരോ മണ്ഡലത്തിലും, ഓരോ പര്യടന കേന്ദ്രങ്ങളിലും കിട്ടുന്ന ഒരു പിന്തുണ, ഒരു ആവേശം, ആ ജനക്കൂട്ടം, അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഓരോ മണ്ഡലത്തിലും എത്തുമ്പോൾ തൊട്ടു മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികം ജനക്കൂട്ടമാണ് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ മണ്ഡലവും, ഓരോ സ്ഥലവും പ്രതിപക്ഷ നേതാവിനെ അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ നമ്പർ 1 ഞങ്ങളാണ് എന്ന് വിളിച്ചു പറയുന്ന തരത്തിലാണ് ജനക്കൂട്ടം ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള നന്ദി, അതിനുള്ള സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹം എല്ലാ വേദികളിലും പറഞ്ഞു നിർത്തുന്നത് നന്ദിയില്ല, തനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രസംഗം വി ഡി സതീശൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജനപിന്തുണ എന്താണ്, എങ്ങനെയാണ് അതിന് കിട്ടുന്നത് എന്ന ഒരു ആശ്ചര്യത്തിലാണ് ഇടതുപക്ഷവും ഒപ്പം തന്നെ BJPയും എല്ലാം ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തിയ CPM കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന LDF സർക്കാർ, ആ സർക്കാരിനെതിരായിട്ട് ഇത്തരത്തിൽ ഒരു ജനവികാരം ഇങ്ങനെ ആടി ഉലയുകയാണ്, അല്ലെങ്കിൽ ആർത്തിരമ്പുകയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ജനവികാരമാണ് നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ 33 നിയമസഭാ മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള ഒരു ജനപിന്തുണ, ജനക്കൂട്ടത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് പോലെയുള്ള, കണ്ണൂർ പോലെയുള്ള CPMന്റെ ഉറച്ച കോട്ടകളിലൊക്കെ തന്നെയും ജനങ്ങൾ ഇളകി മറിഞ്ഞുകൊണ്ട് UDFന്റെ ജാഥയ്ക്ക് വേണ്ടിയിട്ട്, പ്രതിപക്ഷ നേതാവിന്റെ ജാഥയിലേക്ക് എത്തുന്നത് CPMനെ പോലും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡ് ഇതിനോടകം വ്യക്തമാണ്. ഇന്നലെയാണ് മലപ്പുറം ജില്ലയിലേക്ക് ജാഥ പ്രവേശിച്ചത്. നമുക്കറിയാം, മലപ്പുറം എന്ന് പറയുന്നത് പരമ്പരാഗതമായി തന്നെ UDFന്റെ ഉറച്ച കോട്ടയാണ്. UDFിലെ 2ാമത്തെ ഏറ്റവും വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ജില്ലയാണ് മലപ്പുറം. ആ ജില്ലയിൽ ഇന്നലെ ഏതാണ്ട് 4 മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി കഴിയുമ്പോൾ അവിടെയെല്ലാം തന്നെ ജനസാഗരമായിട്ട് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നൽകുന്ന ഒരു ആത്മവിശ്വാസം UDFന് ചെറുതല്ല. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നമുക്ക് ആത്മവിശ്വാസം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജനകീയ മുന്നേറ്റ ജാഥയായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഈ പുതുയുഗയാത്ര മാറിയിരിക്കുകയാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ പുതുയുഗ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ജാഥ ഇതിനോടകം തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും എതിർപ്പാളയങ്ങളെല്ലാം തന്നെ വലിയ അങ്കലാപ്പിന് സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരിടത്ത് ഈ LDFന്റെ 3 മേഖലാ ജാഥകൾ നടക്കുകയാണ്.
വടക്കൻ മേഖലാ ജാഥയും തെക്കൻ മേഖലാ ജാഥയും മധ്യമേഖലാ ജാഥയും എന്നിങ്ങനെ 3 ജാഥകൾ നടക്കുകയാണ്. ആ ജാഥയൊക്കെ തന്നെ ജനങ്ങൾ കൈയൊഴിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങളുടെ യാതൊരു സാന്നിധ്യവും യാതൊരു പിന്തുണയുമില്ലാതെ ജനങ്ങൾ എഴുതി തള്ളിയ, ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്ന ഒരു ജാഥയായിട്ട് അത് മാറിയിട്ടുണ്ട്. കൈരളിയിലും ദേശാഭിമാനിയിലും അല്ലാതെ ഈ ജാഥകളെ കുറിച്ച് ഏതെങ്കിലും ഒരു പത്രത്തിലോ മാധ്യമത്തിലോ വാർത്ത ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ വാർത്തയാകാവുന്ന തരത്തിലേക്ക് ആ ജാഥകൾക്ക് മാറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വടക്കൻ മേഖലാ ജാഥ MP ഗോവിന്ദനും CPM സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. തെക്കൻ മേഖലാ ജാഥ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും, മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണിയുമാണ് നയിക്കുന്നത്. പക്ഷേ അവർക്കൊന്നും തന്നെ അത് തങ്ങൾ നയിക്കുന്ന ജാഥയെ ഒരു വാർത്തയാക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവർക്ക് കഴിയാത്തതല്ല, അവരുടെ പ്രശ്നമല്ലത്. ജനങ്ങൾ ആ ജാഥകളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് LDFിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തെ ഭരിച്ച് മുടിച്ചിരിക്കുന്ന ഒരു മുന്നണിയും ആ മുന്നണിയുടെ നേതാക്കളും അവർ നയിക്കുന്ന ജാഥയിലേക്ക് തങ്ങളില്ല എന്ന് ജനങ്ങൾ ഒരു തീരുമാനമെടുത്ത് മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. MP ഗോവിന്ദന്റെ ആയാലും ആ ജാഥകളിൽ പ്രസംഗിക്കാനെത്തുന്ന അല്ലെങ്കിൽ ഉദ്ഘാടനത്തെത്തുന്ന മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിനുമായാലും ഒക്കെ തന്നെ ഒഴിഞ്ഞ സദസ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാലി കസേരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഈ ജാഥയുമായി ബന്ധപ്പെട്ട ഒരു വേദിയിൽ മന്ത്രി GR അനിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ മുന്നിലെ കസേരകളെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്, ആളുകളൊന്നുമില്ല. ഏറ്റവും പുറകിൽ കുറച്ച് പേര് ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. അദ്ദേഹം അപ്പോൾ മൈക്കിലൂടെ വിളിച്ച് പറയുന്നുണ്ട്, പുറകിൽ കൂടി നിൽക്കുന്ന സഖാക്കളെല്ലാം മുന്നിൽ വന്ന ഈ കസേരകളൊന്ന് ഫില്ല് ചെയ്യാൻ സഹായിക്കണം. നമ്മളുടെ ഈ പറയുന്ന വളണ്ടിയർമാര് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. പുറകിൽ നിൽക്കുന്നവരെ അല്ലെങ്കിൽ പുറകിൽ ഇരിക്കുന്നവരെ ഒക്കെ തന്നെ മുന്നിലോട്ട് കൊണ്ടുവരിക, മുന്നിൽ കൊണ്ടുവന്ന് മുന്നിലെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ ഫില്ല് ചെയ്യുക, അവിടെ ആളുകളെ ഇരുത്തുക എന്ന് പറയുന്ന ഒരു ഗതികേടിലേക്ക് ഈ ജാഥകൾ എത്തിയിട്ടുണ്ട്. ഒഴിഞ്ഞ സദസ്സിനെ നോക്കിക്കൊണ്ട്, ഒഴിഞ്ഞ കസേരകളെ നോക്കിക്കൊണ്ട്, കാലി കസേരകളെ നോക്കിക്കൊണ്ട് പ്രസംഗിക്കേണ്ട ഗതികേടിലാണ് CPMന്റെ LDFിനെല്ലാം നേതാക്കളുള്ളത്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ തിരസ്കരിച്ച ഒരു ജാഥയായിട്ട് LDFിന് 3 മേഖലാ ജാഥകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് UDFിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ഈ പുതുയുഗ യാത്ര ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഓരോ വേദികളിലേക്ക് എത്തുമ്പോഴും നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സിനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ആർത്തിരമ്പിക്കൊണ്ട് ജനങ്ങൾ ഒന്നാകെ സ്വയം തന്നെ ഈ ജാഥയോട് ഒത്തുചേർന്ന് ആ ജാഥയുടെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലപ്പുറത്തൊക്കെ തന്നെ അഭൂതപൂർവമായ തരത്തിലുള്ള ഒരു ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓരോ വേദിയിലും എത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിന് നടന്ന് ആ വേദിയിലേക്ക് എത്താൻ കഴിയില്ല. അവിടെ നിന്നും തോളിലേറ്റിയാണ് പ്രതിപക്ഷ നേതാവിനെ വേദിയിലേക്ക് ആനയിക്കുന്നത്. അത്തരത്തിൽ മണ്ണ് നുള്ളിയിട്ടാൽ താഴെ വീഴാത്ത തരത്തിലുള്ള ജനസഞ്ചയമാണ്, ജനക്കൂട്ടമാണ് UDFിന്റെ ഈ ജാഥയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് സൂചിപ്പിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഈ ജാഥയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ വെറും ഒരു രാഷ്ട്രീയ ജാഥയായിട്ട് ഇത് മാറുന്നില്ല. LDFിന് 3 മേഖലാ ജാഥകളും അവർ രാഷ്ട്രീയം പറഞ്ഞ ജാഥകൾ അവസാനിപ്പിക്കുമ്പോൾ UDFിന്റെ ഈ ജാഥ അങ്ങനെയല്ല. അവർക്ക് കേരളത്തിന് നൽകാൻ എന്താണുള്ളത്, കേരളത്തെക്കുറിച്ച് ഒരു പുതിയ കേരള മോഡൽ എന്താണ് എന്നത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് വെച്ചുകൊണ്ട് ഹെൽത്ത് കമ്മീഷൻ, UDF നിയോഗിച്ച ഹെൽത്ത് കമ്മീഷന്റെ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് സമക്ഷം വെച്ചത്. അതിൽ ആരോഗ്യ മേഖലയിൽ തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സവിസ്തരം UDFിന്റെ ചെയർമാൻ കൂടിയായ VD സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന ഓരോ ദിവസവും രാവിലെ ജനങ്ങളുമായിട്ട്, സാധാരണ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവിധ മേഖലകളിലുള്ളവരുമായിട്ട് സംവദിക്കുന്നുണ്ട്. അത് ഈ LDF പറയുന്ന പോലെ മുഖ്യമന്ത്രി സംവദിക്കുന്ന പൗരപ്രമുഖരല്ല. അവര് UDFിനെ സംബന്ധിച്ച് ഈ പൗരപ്രമുഖരെന്ന് പറയുന്നത് അത് സാധാരണ ജനങ്ങളാണ്. ഓരോ മേഖലയിലെയുമുള്ള ആളുകൾ അവിടെ എത്തി, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി പ്രതിപക്ഷ നേതാവുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് മറുപടി പറയുന്നുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെല്ലാം തന്നെ പറയുന്നത് എല്ലാ മേഖലയിലും ഉള്ളവർക്ക് ഒരു ആശ്വാസം ഈ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാ മേഖലയിലും കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഓരോ വിഷയത്തെക്കുറിച്ചും, ഏത് ജില്ലയിലെയും ഒരു പ്രാദേശിക വിഷയത്തെക്കുറിച്ച് പോലും അദ്ദേഹത്തിന് വ്യക്തമായ അറിവുണ്ട്, അതിനുള്ള കാഴ്ചപ്പാടുണ്ട്, അതിനൊരു പരിഹാര നിർദ്ദേശം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത്തരത്തിൽ മികച്ച ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. ഇന്നലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സംസ്ഥാന EK സുന്നി വിഭാഗം നേതാവ് കൂടിയ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് മികച്ച ഒരു പ്രതിപക്ഷ നേതാവാണ്, ശക്തനായ കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്നാണ്. അത്തരത്തിൽ എല്ലാവരും ഒരേപോലെ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ പൊതുസമ്മതനായിട്ടുള്ള, പൊതു സ്വീകാരനായിട്ടുള്ള ഒരു നേതാവായിട്ട് VD സതീശൻ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരു തെളിവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ജാഥകളിലെ ഈ ആൾക്കൂട്ടം എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും
കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് അങ്ങേയറ്റം ആത്മവിശ്വാസം നൽകുന്ന, ജനങ്ങൾ ഒന്നടങ്കം തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന, മറ്റ് എതിരാളികളോട് തന്നെ വിളിച്ചു പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമായിട്ട്, ഒരു ജനകീയ മുന്നേറ്റമായിട്ട് ഈ ജാഥ മാറുകയാണ്. മാർച്ച് 6-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ ജാഥ അവസാനിക്കുന്നത്. അന്ന് ആ ജാഥ അവസാനിക്കുമ്പോൾ LDF സർക്കാരിനെ തൂത്തെറിയാൻ തക്ക വിധമുള്ള ജനപിന്തുണ തങ്ങൾ ആർജിച്ചിട്ടുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്താനും എതിരാളികളെ ബോധ്യപ്പെടുത്താനും ഈ ഒരു യാത്രയിലൂടെ കഴിയുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്.